കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന തദ്ദേശ രാഷ്ട്രീയത്തിലും ആലപ്പുഴയിൽ CPM നേരിട്ടത് തികച്ചും ചരിത്രപരമായ തോറ്റുതുന്നം പാട്ടിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉറച്ചകോട്ട എന്ന് പറയുമ്പോഴും ആലപ്പുഴ മണ്ണിൽ പാർട്ടി നേരിടുന്ന ദയനീയമായ പരാജയത്തിന് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നും ജനകീയ നേതാക്കളിൽ നിന്നും പാർട്ടി നേതൃത്വം എത്രത്തോളം അകന്നു എന്നതിന്റെ വലിയ തെളിവായിരുന്നു. എന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നും തെറ്റിദ്ധരുത്തി മുന്നോട്ടു പോകുന്നതിന് പകരം ജനസമ്മതിയുള്ള മുതിർന്ന നേതാക്കളെ റോഡിലിട്ട് അപമാനിക്കാനും വിചാരണ ചെയ്യാനും സൈബർ ഗ്രൗണ്ട് അക്രമികളെ അഴിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് താഴുകയാണ് പ്രാദേശിക CPM നേതൃത്വം. അമ്പലപ്പുഴയിൽ G. സുധാകരൻ നേടിയ തിളക്കമാർന്ന വിജയവും ജനപിന്തുണയും അവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ CPMന് കനത്ത തിരിച്ചടി നേരിട്ട സമയത്തും അമ്പലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ CPMകാരും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാധാരണ ജനങ്ങളും വോട്ട് ചെയ്ത് G. സുധാകരൻ എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കുമായിരുന്നു. 25,000-ലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ സുധാകരനെ ജയിപ്പിച്ചത് പാർട്ടിയുടെ കേവലമായ ദയയിലല്ല, മറിച്ച് ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള അടിയറവില്ലാത്ത വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ജനഹിതവും ജനവിധിയും എന്തെന്ന് ഒട്ടും തിരിച്ചറിയാൻ സാധിക്കാത്ത അന്തം കമ്മ്യൂണിസം തലയ്ക്കു പിടിച്ച ഒരു വിഭാഗം പ്രാദേശിക സഖാക്കൾക്ക് ഈ യാഥാർത്ഥ്യം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. സുധാകരനെ പൊതുജനമധ്യത്തിലും വഴിയോരങ്ങളിലും തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുക, അതിലൂടെ അദ്ദേഹത്തെ അപമാനിച്ച് ആ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തി സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് കയ്യടി നേടുക എന്ന ദാരിദ്ര്യം പിടിച്ച തന്ത്രമാണ് CPM ഇപ്പോൾ പയറ്റുന്നത്. അതിനായി ഒരു പ്രത്യേക സൈബർ ഗ്രൗണ്ട് കർമ്മസേനയെ തന്നെ അമ്പലപ്പുഴയിൽ രൂപീകരിച്ചിട്ടുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. നീർക്കുന്നം സ്കൂളിലെ മണ്ണുകടത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉയർന്ന തർക്കവും കയ്യാങ്കളിയും ഈ കർമ്മസേനയുടെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. സ്കൂൾ വളപ്പിലെ വെള്ളക്കെട്ടിനും തകർച്ചയ്ക്കും കാരണമാകുന്ന മണ്ണുകടത്ത് ചോദ്യം ചെയ്യാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്ഥലത്തെത്തിയ സുധാകരനെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസിന്റെയും മുൻ MLA H. സലാമിന്റെയും പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന പ്രശാന്ത് കുട്ടിയുടെയും നേതൃത്വത്തിലുള്ള സംഘം തടയുകയായിരുന്നു. പാർട്ടിയുടെ ആനുകൂല്യം കൊണ്ടാണ് സുധാകരൻ എല്ലാം നേടിയതെന്ന അഹങ്കാരം നിറഞ്ഞ അധിക്ഷേപമാണ് അവർ പരസ്യമായി നടത്തിയത്. സുധാകരനെ പോലൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും അദ്ദേഹത്തോട് കയർക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ. എന്നാൽ സുധാകരനെ അപമാനിക്കുന്ന ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് ആഹ്ലാദിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ വിഡ്ഢികൾക്കില്ലാതെ പോകുന്നു. ഒരു ജനകീയ നേതാവിനെ വഴിയോരത്തിൽ അപമാനിക്കുമ്പോൾ അത് കാണുന്ന സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ പാർട്ടി ഭരണത്തോടും നേതൃത്വത്തോടും ഉണ്ടാകുന്ന കടുത്ത അമർഷവും അറപ്പും തിരിച്ചറിയാൻ പ്രാദേശിക നേതൃത്വത്തിന് സാധിക്കുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് കരുതുന്ന ഇത്തരക്കാർ പ്രസ്ഥാനത്തെ പൂർണ്ണമായും തകർച്ചയുടെ ആഘാതത്തിലേക്കാണ് തള്ളിവിടുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു മുതിർന്ന നേതാവിനെ വെറും മണ്ണുമാഫിയക്കാരുടെയും കുന്നിടുക്കൽ സംഘങ്ങളുടെയും കൂട്ടുപിടിച്ച് അപമാനിക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ CPMന്റെ മുഖമാണ് വികൃതമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വയം വിമർശന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നുപോകുന്നത്. സുധാകരനെതിരെയുള്ള ഈ അനാവശ്യ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അമ്പലപ്പുഴയും ആലപ്പുഴയും CPMനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത്.